ന്യൂബോൺ ബേബീസിന് വിശക്കുന്നുണ്ടോ എന്നത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ ഡോക്ടർ ശ്യാമിലി, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ. ന്യൂബോൺ ബേബീസിന് വിശക്കുന്നുണ്ടോ എന്നത് നമുക്ക് 3 സ്റ്റേജസിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തത് ഏർലി ഹങ്കർ സ്റ്റേജ് ആണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങൾ അവരുടെ തല 2 വശങ്ങളിലേക്ക് തിരിക്കുകയും അവരുടെ ചുണ്ട് ടച്ച് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം നമ്മുടെ കൈ അവരുടെ ചുണ്ടിന്റെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് സക്ക് ചെയ്യാൻ അവർ ട്രൈ ചെയ്യും. ഇതിനെ റൂട്ടിംഗ് റിഫ്ലെക്സ് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സ്റ്റേജിലാണ് കുഞ്ഞുങ്ങൾ അവരുടെ സ്വന്തം കൈ സക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് ഇപ്പൊ ബെഡിനടുത്തുള്ള ഒരു തുണി മറ്റു സാധനങ്ങളും അവര് വായ്ക്കകത്ത് കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്ക് തന്നെ കുഞ്ഞുങ്ങൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആവാൻ തുടങ്ങും. മൂന്നാമത്തെ സ്റ്റേജിലാണ് കുഞ്ഞുങ്ങൾ വിശന്നിട്ട് കരയാൻ തുടങ്ങുന്നത്. സോ ഈ കരയുന്ന സമയത്ത് നമ്മൾ അവരെ എടുത്ത് സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട് കൊടുത്ത് അവരെ ഒന്ന് കാമാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം ഫീഡിങ് തുടങ്ങേണ്ടത്. ഇപ്പൊ അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ പാല് കുടിക്കുന്ന സമയത്ത് അത് തൊണ്ടയിൽ കുടുങ്ങാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മദേഴ്സ് എപ്പോഴും ആദ്യത്തതും രണ്ടാമത്തെ സ്റ്റേജ് ആകുമ്പോഴേക്ക് തന്നെ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.